ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ശ്രീലങ്കൻ ഗോരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി ഒന്ന് വറുത്ത് കോരി വെക്കാം. ഇനി നമ്മളതിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയും ആയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നു. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് കുറച്ച് പഴം കൂടി ചെറിയ പീസുകളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര ടേസ്റ്റാണിത്. അപ്പോൾ പഴം കൂടി ഞാൻ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് സേമിയ കൂടി വറുത്തെടുക്കാം. സേമിയ നന്നായിട്ട് വറുക്കാം. അപ്പോൾ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാബൂനരി കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയാണ്. റവ കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാല് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് വറ്റി വരും, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് പഴം വറുത്ത് കോരിയതും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടാൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്ന ഡിഷാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാള മൊരിയിച്ചെടുത്തതാണ്. ഇനി ഇതുപോലെ കശുവണ്ടി കൂടി വെച്ച് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈത്തപ്പഴവും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ ഗോരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇനി നമുക്കിതുപോലെ
ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി റെസിപ്പി കൂടിയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം.